ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് ഞാൻ ശരീരദാനം കൊടുത്തു എന്നുള്ള മഹത്വം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല. എത്രയോ ആൾക്കാർ ഇതിനു മുമ്പ് തന്നെ ശവശരീരം കൊടുത്തിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മരണാനന്തര ചടങ്ങുകൾ നടത്തി മെഡിക്കൽ കോളേജിൽ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹെഡിങ് കൊടുത്തത്. എന്നേക്കാൾ മുമ്പ് എത്രയോ പേര് മൃതശരീരം ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി കുറെ കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷയം സംഘടിപ്പിച്ചതാണ്. ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ശരീരദാനവും മറ്റും തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എന്തെല്ലാം ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് ഇപ്പൊ പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്യാൻ പോയിരിക്കേണ്ട 4030 എത്ര മേടിച്ചെന്നാ പറയുന്നത്. എൻ്റെ മരുമകനാണ് പോയിരിക്കുന്നത്, എനിക്ക് അറിയാം കേട്ടോ, പോയിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ താല്പര്യം കേട്ടോ. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സാക്കണമെന്നും പറഞ്ഞ് എത്രയോ യുക്തിവാദ സംഘം എത്രയോ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നിരന്തരം നടത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ VS ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ ഞാനൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യാവകാശ സഹായ സമിതി എന്നും പറഞ്ഞ് സംഘടന. പിന്നെ ഉച്ചഭാഷണി സംബന്ധിച്ച കേസൊക്കെ കൊടുക്കുന്നതിന് പരിസ്ഥിതി ശബ്ദമലിനീകരണ നിവാരണ സമിതി എന്നും യുക്തിവാദി സംഘത്തിൻ്റെ എന്നും പറഞ്ഞെടുത്താൽ അവർ വലിച്ചു ദൂരെ എറി. പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്, കോടതിയുടെ തൂണ് പോലും ഉറപ്പിച്ചിരിക്കുന്നത് അന്ധവിശ്വാസത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ടില്ലേ, ഹൈക്കോടതി പുതിയതായിട്ട് പടുന്ന ഹൈക്കോടതി സമുച്ചയത്തിന് അതിൻ്റെ മുറികൾക്ക് നമ്പറിട്ടപ്പോൾ 9 ജഡ്ജിമാർ പറഞ്ഞു 13 അക്കം അശുഭ അക്കമാണ്, അത് ഒഴിവാക്കണമെന്നും പറഞ്ഞു 13 ജഡ്ജിമാർ തീരുമാനമെടുത്തു. അതനുസരിച്ചാണ് നമ്പറിട്ടത്. അപ്പോഴൊരു യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ ആ കോടതിയിൽ തന്നെ കേസ് കൊടുത്തു. 13 അക്ക ഒഴിവാക്കിയ കണക്കശാസ്ത്രം മുഴുവൻ തെറ്റും, അതുകൊണ്ട് അത് മാറ്റണം, ഇത് അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അദ്ദേഹം ശല്യക്കാരനായ വ്യവഹാരി എന്നും പറഞ്ഞ് അദ്ദേഹം കേസെടുത്ത് വലിച്ചെറിഞ്ഞ് 10,000 രൂപ പിഴയും കൊടുത്തു. അദ്ദേഹം സുപ്രീം കോടതി അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ചോദിച്ചു, കോടതി പോലും അന്ധവിശ്വാസത്തിന് അടിമയാണെങ്കിൽ പിന്നെ ജനങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 13ാമത്തെ ജഡ്ജി എന്തിനാ ശമ്പളം മേടിച്ച് ഉണ്ണുന്നെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അപ്പീൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് നിയമമായിട്ട് വരും. 13 അക്ക ഒഴിവാക്കിയിരിക്കും, ഔദ്യോഗിക രംഗങ്ങളിൽ ഒഴിവാക്കേണ്ടി വരും. അത് എന്തൊരു തെറ്റാണ്. പിന്നെ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന മഹത്തായ ഒരു ഭരണഘടനയാണ്. പക്ഷേ ആ ഭരണഘടനയുടെ ഉള്ളടക്കം എന്തെന്നറിയാത്ത ഭരണാധികാരിയാണ് ഇപ്പോഴും ഭൂരിപക്ഷം. മൈത്രേയൻ പറയുന്ന കാര്യം ശരിയാണ്. നമുക്കിങ്ങനെ ഒരു മഹത്തായ ഭരണഘടന ഉണ്ടെങ്കിലും ആ ഭരണഘടനയുടെ ഉള്ളടക്കം എന്തെന്നറിയാൻ മേലാത്ത വിഡ്ഢികളായ ഭരണാധികാരികളാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ നീതി കിട്ടും? അതുകൊണ്ടാണ് ശബരിമല പ്രശ്നത്തിൽ കേട്ടോ ജസ്റ്റിസ് പരിപൂർണ വിധി പ്രഖ്യാപിച്ചത്, കരിങ്കൽ വിഗ്രഹത്തിന് യുവതികളെ കണ്ടാൽ നിയന്ത്രണം വിട്ടുപോകുന്നു. അദ്ദേഹം തെളിവായിട്ട് സ്വീകരിച്ചത് എന്നാണെന്നറിയോ? ദേവപ്രശ്നം ആ തെളിവായിട്ട് സ്വീകരിച്ചു, അല്ല ഭരണഘടനയിലെ വ്യവസ്ഥയൊന്നുമല്ല. അത് കാരണം അദ്ദേഹം വിധിച്ചത് നിയന്ത്രണം വിട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ തെറ്റായ വിധി വന്നുകൊണ്ട് ഇപ്പം എത്ര ബെഞ്ചിന് കൊടുത്തു? 3 ബെഞ്ചിന് കൊടുത്തു, 4 ബെഞ്ച്, ഇപ്പം 7 ബെഞ്ചിലും പിന്നെ ഡെസ്കയിലും കൊടുത്തിരിക്കുക. ഇങ്ങനെ വന്നിരിക്കുക. ഭരണഘടന എന്തെന്നറിയാൻ മേല. മഹത്തായ ഒരു ഭരണഘടന ഉണ്ടെങ്കിലും പഴയ മനുസ്മൃതി നിയമങ്ങളും ചാതുർവർണ്ണ നിയമങ്ങളും ഒക്കെയാണ് ഇപ്പോഴും ബേസായിട്ട് അവർ സ്വീകരിക്കുന്നത്. ഇങ്ങനൊരു ഭരണഘടന വന്നതായിട്ട് ഭരണകർത്താക്കൾക്ക് അറിയാൻ മേല. ഞാൻ ഗർഭിക്കുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒരു ഇത് കൂട്ടം വിളിച്ചു കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരീരദാനം ചെയ്ത് മഹത്തായ ഒരു കടമയായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നേക്കാൾ മുമ്പ് എത്രയോ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റിക്കോവർ ഫണ്ടിലേക്ക് ഇതിൻ്റെ മരണാനന്തരം ആശയപ്രകടനം നടത്തിയിട്ട് ഫണ്ട് പലരും കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ഒരു പുതിയ വിഷയമായിട്ടല്ല ഞാൻ എടുത്തത്. അത് ഞാൻ ഈ ഹെഡിക്ക് സ്വീകരിച്ചു. മരണത്തിന് മുൻപ് തന്നെ മരണാനന്തര ചടങ്ങ് നടത്തിയിരിക്കുന്നു. അപ്പൊ മരണത്തിന് മുമ്പ് പിൻപാണെങ്കിൽ നടത്തുമ്പോഴുണ്ടോ വീട്ടുകാരൊക്കെ എതിർക്കും. എൻ്റെ അമ്മാവനെ ഇങ്ങനെ പട്ടിയെപ്പോലെ കുഴിച്ചിടരുത്. എൻ്റെ അതിൻ്റെ ദോഷം ഞങ്ങൾക്കാ ഉള്ളത്, അമ്മാവനല്ല ദോഷം. നിങ്ങൾ പുറത്തുനിന്ന് അമ്മായി പറയും, നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാ, നിങ്ങൾക്ക് അതിൻ്റെ ദോഷം അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ദോഷം അറിയാം. അത് അറിയാമോ? ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ മരണാനന്തര ചടങ്ങ് മരിക്കുന്നതിന് മുമ്പ് നടന്നത്. ആരും കയറി ഇടയ്ക്ക് വീഴുകയല്ലോ. എൻ്റെ അമ്മാവനെ ഇവിടെ കുറിച്ചിടാൻ സമ്മതിക്കുകയല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ദോഷമെന്ന് പറയും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ വിളിച്ചു കൂട്ടിയത്. നമ്മുടെ മഹാനായ മനഃശാസ്ത്രകനും ചിന്തകനും യുക്തിവാദിയായിരുന്ന A.T. കോവൂരാണ് ഈ മരണാനന്തര അവയവദാനവും നേത്രദാനവും ഇതെല്ലാം സംഘടിപ്പിക്കുന്നതിന് ആശയപരമായ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് സിലോണിലായിരുന്നു, ജോലിയൊക്കെ ആയിരുന്നുകൊണ്ട് സിലോൺകാർക്ക് ഈ മരണാനന്തര മരിച്ചു എന്നാലും കണ്ടില്ലേലും കുഴപ്പമില്ല, ഉരുണ്ട് വീണാലും അവർ വേറെ ആശുപത്രി പൊക്കോളും. അതുകൊണ്ട് അവർ കണ്ണു കൊടുക്കുമായിരുന്നു. സിലോണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ണുകൾ പുറത്തേക്ക് അയച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള തെറ്റിദ്ധാരണ മാറിയാൽ അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറുമ്പോഴാണ് കണ്ണു കൊടുക്കുന്നത്. ഉദാഹരണമായി ഏതാണ്ട് 40 കൊല്ലം മുമ്പ് അണ്ണ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലമെല്ലാം SD കോളേജിൽ കൊടുത്തുപോയി. പിന്നെ ഇവിടെ ഒരു ചിറ വാങ്ങിച്ച അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അങ്ങേർക്ക് ഭാര്യയൊന്നുമില്ല. ആ ചിറയിലെ തേങ്ങ കൊണ്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം പണ്ഡിതനല്ല ഒന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് ഈ ഇവിടെ വന്ന് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നൊക്കെ ഇങ്ങനെ എന്നെ ശിക്ഷിക്കാൻ തയ്യാറുണ്ടായി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് 2 തെറിയൊക്കെ പറയും. എന്നെ ശിക്ഷിക്കാൻ തനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ എന്നൊക്കെ പറയുമായിരുന്നു. ആ അണ്ണ അന്ന് ഞാൻ ഈ കേരളമുതിയിൽ എഴുതുന്നതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാനൊക്കെ തൊള്ളായിരുന്നു. അപ്പോഴേ അണ്ണ പറഞ്ഞു, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കണ്ണ് മരണാനന്തരം കൊടുക്കണമെന്നുള്ളത്. പക്ഷേ വീട്ടുകാർ സമ്മതിക്കുകയില്ല. എന്ത് ചെയ്താൽ സമ്മതിക്കുകയില്ല, കണ്ടൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ ഞാനൊരു സൂത്രം പറഞ്ഞു കൊടുക്കും. ഞാനൊരു 5 രൂപ പത്രത്തിൽ എഴുതി കൊടുത്തു, കേട്ടോ, എൻ്റെ അന്ത്യാഭിലാഷമായ നേത്രദാനം കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ പേരിലുള്ള വസ്തു മുഴുവൻ ഞാൻ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകൾക്ക് കൊടുക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് എഴുതി അവരെ കൊണ്ട് കാണിച്ചു. കണ്ണല്ല തലയല്ല എവിടെ വേണേ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അണ്ണയുടെ തല കൊടുത്തത്. അന്ന് നമ്മുടെ എൻ്റെ ഇളയ മരുമകനല്ല, ഉണ്ണികൃഷ്ണനും പിന്നെ അനിലും എല്ലാം കൂടെ നേതൃത്വം എടുത്താണ് ആ കണ്ണുകൾ. അന്ന് ആലപ്പുഴയിലൊന്നും കണ്ണെടുക്കുന്ന സമ്പ്രദായമില്ല, നമ്മുടെ മെഡിക്കൽ കോളേജിലൊന്നും ഇല്ല. അത് തിരുവനന്തപുരത്ത് ഫ്ലാക്സിലിട്ട് സുരക്ഷിതമായി എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള പ്രചരണ തന്ത്രം കൊണ്ടാണ് ഇതൊക്കെ മനുഷ്യൻ കണ്ണ് കൊടുക്കാനും ഒക്കെ തയ്യാറാകുന്നത്. അല്ലെ പേടിയാണ്. സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ കണ്ണില്ലാതെ വീണ് അവിടെ ഉരുണ്ട് വീഴും, മറിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കൂടെ ഒക്കെ തിരുത്താൻ വേണ്ടിയിട്ടും ആണ് ഇതുപോലൊരു വേദി സംഘടിപ്പിച്ചത്. പിന്നെ എൻ്റെ അഭിപ്രായമല്ല, ഇപ്പം ഉരുത്തിരിഞ്ഞ എല്ലാ പരിഷ്കൃത സമൂഹത്തിൻ്റെ ധാരണ ദൈവവിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതിൽ നിന്നാണ് വർഗീയതയും മതകലഹങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഈ ദൈവവിശ്വാസത്തിൽ നിന്നാണ്. ഇപ്പോഴാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും സുഖവും സമാധാനമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളെ പറ്റി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ അമ്പലവും പള്ളിയൊന്നും ഇല്ലാത്ത, ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഫിൻലാൻഡ് തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സുഖവും സമാധാനമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ദൈവമാണ് എല്ലാത്തിൻ്റെയും ശത്രു. പാവപ്പെട്ട ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് എല്ലാവരും അധർമ്മവും നേർച്ചയൊക്കെ ഇടുന്നത്. ദൈവം ഇല്ലാത്ത ദൈവത്തിന് കാശിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഗ്രഹം തൻ മുന്നിലിടുന്ന ഓരോ പൈസയും ബുദ്ധിമാൻ തന്നിയുടെ ആമാശയത്തിൽ ലയിക്കുന്നു. വിഗ്രഹം തിന്നില്ല, കാണില്ല, കേൾക്കില്ല,
തിന്നുന്നതൊഴിക്കയും ചൂഷകവർഗങ്ങൾ. തിന്നാത്ത ദൈവത്തിന് പാൽപായസം എന്തിന്, കേൾക്കാത്ത ദൈവത്തിന് സ്തുതിഗീതങ്ങൾ എന്തിന് എന്നും പറഞ്ഞ കവിതാ രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറവൂർ ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. എനിക്ക് അവിടെയാണെങ്കിൽ എൻ്റെ പീരീഡൊക്കെ 2 പീരീഡൊക്കെ കുറച്ച് എന്താണെന്നറിയോ, കലാധ്യാപകരുടെ പീരീഡെല്ലാം അറബി അധ്യാപകരെ നിയമിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അത് കാരണം എനിക്ക് പീരീഡിൽ 1 or 2 പീരീഡുകൾ. അത് അവിടെ ആണെങ്കിൽ പുതിയ ഹൈസ്കൂളായ ചെറുപ്പക്കാരാണ്, അത് ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അത് കാരണം അവർ മാസത്തിൽ 2ഉം 3ഉം പേരും അവധിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ എക്സ്ട്രാ ക്ലാസ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളോട് ഈ അന്ധവിശ്വാസത്തെ പറ്റിയൊക്കെ പറയാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ കവിതാ രൂപത്തിലാണ് മറുപടി പറയും. ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സൃഷ്ടിച്ചതല്ലി പ്രപഞ്ചത്തെ ആരുമേ, സൃഷ്ടിച്ചതല്ലൊരു പുൽക്കൊടിയും. സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടികർത്താവിനെ സൃഷ്ടിച്ചത് ആരെന്ന് ചൊല്ലിയിടണം. ആരംഭമില്ലിതിന് അവസാനമില്ല, അല്ലാത്ത വാദങ്ങൾ ഫോഷ്കു മാത്രം. ജൈവ പരിണാമ പ്രക്രിയയിലൂടെ ജീവന്റെ അങ്കുരം ആദ്യം ഉണ്ടായി എന്നും പറഞ്ഞ് കുറേയേറെ ഉണ്ട്. ഇങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം ഞാൻ ഒരു കവിതയായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ മരണാനന്തര കാര്യങ്ങളെ പറ്റി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനോട് ചില ശിഷ്യന്മാർ ചോദിച്ചു, സ്വാമി, മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം എപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഗുണപ്രദം എന്ന് ചോദിച്ചു. ഏറ്റവും ഗുണപ്രദം തെങ്ങിന് തടം വെട്ടി വളം ചേർക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എല്ലാം വിശദീകരിക്കുകയല്ല, അതിന് സ്വയം ഉത്തരം കണ്ടെത്തിക്കണം. എന്ന് വെച്ചാൽ അത് അത്രയും നിരർത്ഥകമാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെ ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു. ആദ്യ യോഗത്തിൽ ഞാൻ ഇതിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു, ലളിതകലാ അക്കാദമി മെമ്പറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ പറയും, ഞാൻ അദ്ദേഹത്തിന് നേരത്തെയും കത്തെഴുതിയിരുന്നു. സാംസ്കാരിക വകുപ്പല്ലേ, ഈ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. അത് വിദ്യാലയ തലം തൊട്ട് ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തുന്നതിനുള്ള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും അദ്ദേഹം ചെയ്തു. ഈ ശബരിമല പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പം സമം എന്നും പറഞ്ഞ പേരിലൊരു പരിപാടി ഇട്ടു. മറ്റു വിഷയമൊന്നുമല്ലോ, സമം. അതിൻ്റെ ചുരുക്കം സ്ത്രീക്കും പുരുഷനും എല്ലാം തുല്യ, അങ്ങനെ ഒരുപാട് പരിപാടി അദ്ദേഹം നടത്തി. സജി ചെറിയാൻ അദ്ദേഹം എനിക്ക് ഏറ്റവും സഹായമായ കാര്യങ്ങളിലൊക്കെ വളരെ സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഗുണം നമ്മുടെ ഇത് എന്നാ പരിപാടിയായിരുന്നു സർക്കാർ നടത്തിയിരുന്നു, നവകേരളത്തിൽ. ഈ നവകേരള പരിപാടിയിൽ ഇതൊന്നുമില്ല കേട്ടോ. ഈ ശബ്ദശല്യത്തെ പറ്റിയില്ല, ഈ അന്ധവിശ്വാസം കൊണ്ട് മനുഷ്യരെ ദ്രോഹം ചെയ്യുന്നതിനെ പറ്റിയൊന്നുമില്ല. പിന്നെ എന്ത് നവമാണ് അവിടെ ഉള്ളത്? പിന്നെ ഈ കേസ് കൊടുത്താൽ പോലും ശല്യം തടസ്സപ്പെടുത്തിനുള്ള നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തില്ലേ? അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നടപ്പിലാക്കണമെന്നൊക്കെ പറയും. നടപ്പിലാക്കുകയല്ലേ കണ്ട, അവർക്കറിയാം, ബുദ്ധിയുള്ളവരാണ്. അന്ധവിശ്വാസ നിർമ്മാർജ്ജനം നടത്തിയ ദൈവങ്ങളുടെ പേരും പറഞ്ഞുള്ള വരുമാനം എല്ലാം അവർക്ക് നഷ്ടപ്പെടും. പിന്നെ എങ്ങനെ ചെയ്യും? അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിയുണ്ട്. ഏതൊക്കാർക്ക്? ചൂഷകന്മാർക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ഇവിടെ തരിപച്ചോര സുഖാരൻ അതിൻ്റെ ഇവിടെ രജിസ്ട്രേഷൻ പോയിരിക്കുവാണ്. അദ്ദേഹം ശബരിമലയിലെ വന്നു, ശബരിമലയിൽ പോയി ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇത് ആട് കയറാൻ മല, ആന കയറാൻ മല, ഇവിടെ ആർക്കും കയറാൻ പാടില്ല, അവിടെ സ്വയം ദൈവം കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു. സുമാരനും കൂട്ടുകാരും എല്ലാം കൂടെ പോയി അവിടെ എലിവാണും ഓമട്ടും പൂക്കുറ്റിയൊക്കെ ചെതറച്ചു കേട്ടോ. റേഡിയോയിൽ പറയുക, ഇത്തോടെ അനേകം ജ്യോതികൾ ആളിക്കത്തുന്നു, അയ്യോ പൂക്കുറ്റി പോലെ ചെറിയുന്നു, ചെതറുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം അവർക്ക് മനസ്സിലായി, റേഡിയോ കമന്ററി നടത്തിയവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. ഉടൻ കമന്ററി അങ്ങ് നിർത്തി. ഇവിടെ നിന്ന് കമന്ററിക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആരെയാണെന്നറിയാം, വലിയ വിദഗ്ധന്മാരെയാ ഇതിന്റെ അത്ഭുതമൊക്കെ പറയുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇത് നടത്തുന്നതൊക്കെയാണ് നമ്മുടെ വിദ്വാന്മാരെ അടിച്ച് ഓടിച്ച് പോകുന്നത്. അതൊക്കെ അതുകൊണ്ട് കുമാരന് കിട്ടിയ അവാർഡ് എന്താണെന്നറിയോ? 2 ആഴ്ച ആശുപത്രിയിൽ കിടന്നു വന്നു പോലീസിന്റെ തല്ലുകൊണ്ട്.
സുകുമാരനൊക്കെ പോയാലും പിന്നീട് ഒരൊറ്റ കുഞ്ഞുങ്ങളെ അവിടേക്ക് കടത്തി വിടുകയില്ല, കാട്ടിലേക്ക് കടത്തി വിടുകയില്ല. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവിടെ മുഴിയാറ് പ്രോജക്റ്റിലുണ്ട് ജോലി. അപ്പോൾ അവിടെ വെച്ച് അന്ന് ഫോണൊന്നുമില്ല, എനിക്കൊരു കാർഡിൽ അയച്ചു, എടാവേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം, ഇവിടുത്തുകാർക്കൊന്നും പുതുമയല്ല. അവർ കത്തിക്കുന്ന ഒരു ചട്ടിയിൽ കർപ്പൂരം ഇട്ട് കത്തിച്ച് 3 പ്രാവശ്യം അത് പൊക്കി കാണിക്കും. അപ്പോൾ താഴെ നിൽക്കുന്ന പൊന്നമ്പലമേടെന്ന് പറയുന്നത് ശബരിമലയേക്കാൾ വളരെ ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്നവർക്ക് സന്ധ്യാസമയത്ത് ഇവിടെ കത്തിക്കുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ആ രഹസ്യം തുറന്നു കാട്ടാൻ പോയതിനാണ് സുകുമാരനെ പിടിച്ച് തല്ലി 2 ആശുപത്രി 2 ആഴ്ച ആശുപത്രി കിടത്തിയത്. അതാണ് സുകുമാരന് കിട്ടിയ അവാർഡ്. പിന്നെ ഈ അവാർഡ് ശരിയാണെന്ന് ഞാൻ സമ്മതിപ്പിക്കാൻ എൻ്റെ നിയമ പോരാട്ടം കൊണ്ടാണ് സാധിച്ചത്. പിന്നെ നിയമ പോരാട്ടം കൊണ്ട് ഞാൻ ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് ഇത് മകരജ്യോതി കത്തിക്കുന്നത് സംബന്ധിച്ച് അല്ല തെളിയിക്കുന്നത് സംബന്ധിച്ചുള്ള ഏർപ്പാടുകളെല്ലാം ആരാ ചെയ്യുന്നത്? അപ്പോൾ ദേവസ്വം ബോർഡാന്ന് എനിക്ക് മറുപടി. ഏതെല്ലാം വകുപ്പുകളെ ഉപയോഗിച്ചാണ്? അപ്പോൾ പോലീസ്, ഫോറസ്റ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവരെ കൊണ്ടുവന്ന് എനിക്ക് രേഖ കിട്ടി. ഈ രേഖ വെച്ചുകൊണ്ടാണ് ഞാൻ പൊരുതിയത് കേട്ടോ. ഇത് വഞ്ചനയാണ്. ഇവിടെ നിയമമുണ്ട്, ദ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് അഡ്വർടൈസ്മെന്റ് ആക്ട് എന്നും പറഞ്ഞൊരു നിയമമുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വിശ്വസിപ്പിച്ചും പണം തട്ടിയെടുക്കുന്നതും ചൂഷണം ചെയ്യുന്നതും ശിക്ഷാർഹ വഞ്ചനാ കുറ്റമാണെന്നൊരു നിയമമുണ്ട്. ഈ നിയമമെല്ലാം കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. അവസാനം ഞാൻ നമ്മുടെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ സാറിൻ്റെ നിയമക്കുരുക്കിൽ ചാടിച്ചു. ഇപ്രകാരം ചെയ്യുന്നത് കുറ്റകരമാണ്. അവിടെ കൊള്ളാവുന്നതിൻ്റെ ഇരട്ടി 100 ഇരട്ടി ആളുകൾ അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് തിക്കും തിരക്കിലും ഉണ്ടായി ആളുകൾ മരിക്കുന്നത്. അവിടെ കയറ് വലിച്ചു കെട്ടിയാലോ എല്ലാലോ വടം വലിച്ചു കെട്ടിയാലോ അവിടെ അപകടം ഒഴിവാക്കാൻ ഒക്കുകയല്ല. ആയിരക്കണക്കിന് പോലീസുകാരെ നിർത്താനൊക്കെ. ഈ അന്ധവിശ്വാസ പ്രചരണമാണ്. മകരജ്യോതി കണ്ടാൽ പുണ്യം കിട്ടും, മോക്ഷം കിട്ടും, മാറാരോഗങ്ങൾ മാറും, സർവ്വ ഐശ്വര്യവും സമ്പത്ത് വരുമെന്നുള്ള നിരന്തരമായ പ്രചരണം കണ്ടാണ് മണ്ടന്മാരായ ആൾക്കാരെല്ലാം കൂടെ അവിടെ ഇടിച്ച് കയറുന്നത് എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇത് ഒഴിവാക്കണം. ഇനി ഈ പ്രാവശ്യം മകരജ്യോതി ദിവസം ആരെങ്കിലും ദിക്കിലും തിരക്കിലും വിട്ട് മരിക്കാനിടയാൽ മനഃപൂർവമായ കൊലക്കുറ്റത്തിന് ദേവസ്വം മന്ത്രിയുടെ പേരിലും ദേവസ്വം പ്രസിഡന്റിൻ്റെ പേരിലും മെമ്പർമാരുടെ പേരിലും ഞാൻ കേസ് കൊടുക്കും. ഇതുമൂലം എനിക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ഭീഷണികൾക്കും നിങ്ങൾ ഉത്തരവാദികളായിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം പറയണം. ഈ വഞ്ചന കാട്ടുന്നതിൻ്റെ സത്യം പറയണം. ഇത് ആര് കത്തിക്കുന്നതാണ്? ദൈവം കത്തിക്കുന്നതാണോ? മാലാഖ കത്തിക്കണോ? വിശ്വാസികൾ കത്തിക്കണമെന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ വ്യക്തമാക്കിയ പോലെ പത്രസമ്മേളനം നടത്തിയത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രസമ്മേളനം നടത്തി ദേവസ്വം മന്ത്രി സുധാകരനും മെമ്പർമാർക്ക് പറഞ്ഞു ഇത് മനുഷ്യൻ കത്തിക്കുന്നതെന്നോ. അതിൽ പിന്നെ ഒരൊറ്റ മരണവും മകരജ്യോതി ദിവസം നടന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ തെറ്റിദ്ധാരണ. മകരജ്യോതി കണ്ടാൽ പുണ്യം കിട്ടും, മോക്ഷം കിട്ടുമെന്നും പറഞ്ഞു വടക്കേന്ത്യയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുള്ള മണ്ടന്മാരെല്ലാം ഇടിച്ചു കയറിയിരുന്നതാണ്. ഇപ്പം അവർ വരാതായതോടുകൂടി അവർക്ക് സത്യം മനസ്സിലായി നമ്മളെ കളിപ്പിക്കുന്ന പരിപാടിയാണ്. അതിൽ പിന്നെ ഒരൊറ്റ മരണവും ഉണ്ടായില്ല. അതാണ് ഇതിൻ്റെ ഗുണം. അല്ലാതെ മകരജ്യോതി കത്തിച്ചോണ്ട് ഇരിക്കൊന്നുമില്ല, എൻ്റെ വീശാലൊന്നും തീ പിടിക്കുകയില്ല. അതുകൊണ്ടല്ല, ഞാൻ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ഇടപെട്ട. എനിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ മൃതശരീരം കൊടുത്ത് വലിയ പുണ്യമാണെന്നും പറഞ്ഞ് വിസ്തരിക്കാനൊന്നുമല്ല കേട്ടോ. പിന്നെ ഭരണാനന്തരവും എൻ്റെ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എറ്റിക്കോർ ട്രസ്റ്റിലേക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പ്രചരിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല. എങ്കിലും സമൂഹത്തിലെ തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞു തകർക്കുവാൻ ഗുരു അരുവിൽ മുങ്ങി ഒരു ഉരുളൻകല്ല് എടുത്ത് പ്രതിഷ്ഠിച്ചു. അപ്പൊ ജ്യോതിഷ വിശ്വാസികളായ ശിഷ്യന്മാർ അയ്യോ ഗുരുവിന് തെറ്റുപറ്റിപ്പോയി, സമയം നോക്കാതെയാണല്ലോ പ്രതിഷ്ഠ നടത്തിയെന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ ഗുരു അതിന് മറുപടിയായിട്ട് മറുചോദ്യം ചോദിക്കുകയാണ്, ആരെങ്കിലും മരിക്കുന്നതും പ്രസവിക്കുന്നതും വിസർജിക്കുന്നതും കവടി നിരത്തി പ്രചലം വെച്ച് നോക്കിയിട്ടാണോ എന്ന് ചോദിച്ചു. അതോടുകൂടി അത് കുറേ മങ്ങി. ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മറുചോദ്യം. ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചോദിച്ചു, ഗുരുവേ
അങ്ങേ ജാതിയിലാരാ മനസ്സിലാകുന്നില്ലല്ലോ. മന കണ്ടാൽ മനസ്സിലാകാത്തവർക്ക് എങ്ങനെ കേട്ടാൽ മനസ്സിലാക്കാവുന്ന മറുചോദ്യം അദ്ദേഹം ചെയ്ത് ഒരു കാര്യം അദ്ദേഹം വിസ്തരിക്കുകയാണ്. സ്വയം ഉത്തരം കണ്ടെത്തിക്കോളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സമയം ദീർഘിക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ പരിപാടിയിൽ വന്ന് എൻ്റെയും സംഘത്തിൻ്റെ എല്ലാം ക്ഷണം സ്വീകരിച്ച് വന്ന ഇവിടെ എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നു.